എൻ്റെ പൊന്നടാവേ, നമ്മൾ അടിക്കാൻ പറഞ്ഞിട്ട് മണിക്കൂറുണ്ടായി. നിങ്ങൾ തമ്മിൽ ഇതുവരെ കേണയും വേണ്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ പറ, പരിഹാരം ഉണ്ടാക്കാം. ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ PG പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അതേ യൂണിവേഴ്സിറ്റീൻ്റെ അഫിലിയേറ്റഡ് കോളേജ് ഒന്നത്തിലേക്ക് ഞാനും PG പഠിക്കാൻ പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ PG പാസ്സായി. അവൻ അവിടെ തോറ്റ് ഇരിപ്പുമായി. ആരുടെയോ കാരുണ്യം കൊണ്ട് എനിക്ക് മൈസൂറുള്ള ഒരു കറി പൗഡർ കമ്പനിയിൽ ഒരു ജോലി കിട്ടി. അവിടുത്തെ മാനേജർ ഇത്തിരി പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ അയാൾ എന്നോട് പറഞ്ഞു, 2 മാസത്തിനുള്ളിൽ നീ നിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിൻ്റെ ജോലി പോകുമെന്ന്. എനിക്ക് വേറെ കുറേ ആൾക്കാരെ വിളിക്കായിരുന്നു. ഞാൻ എന്നാലും ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ഒപ്പിച്ച് തരണമെന്ന്. ഓൺ ദ സ്പോട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചു. എന്തോ സ്പെഷ്യൽ ഫീസാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പറന്ന് നമ്മുടെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റ് വരുമെന്ന്. ഞാൻ ഈ കാശൊക്കെ കൊടുത്തു. പിന്നെയും അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മറ്റേ ഫീസ്, മറിച്ചേ ഫീസ്, അതിൻ്റെ അപ്പുറത്തെ ഫീസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശും കൂടെ അവൻ വാങ്ങിക്കൊണ്ടുപോയി. ഇതൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്ററാണ് കിട്ടുന്നത്. കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കെട്ടിയെടുത്തു. അപ്പോൾ അവർ പറയുക, ഈ കാശ് കൊടുത്തു വിട്ടവന് ഇന്ന് വരെ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവിടെ കിടപ്പായി. 3-4 ദിവസം കഷ്ടപ്പെട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി തിരിച്ചു വന്നു. എന്നിട്ടല്ലേ കളി മാറിയത്. എൻ്റെ ഒരു പിഴച്ച മാമനുണ്ട്. ആ നാട്ടിൽ മൊത്തം പറഞ്ഞു വരത്തി പിൻവാതിൽ നിയമനം വഴി ജോലി വാങ്ങി ഒരുത്തൻ്റെ ജോലി പോയിട്ടുണ്ട്. ഇത് ആഹ്ലാദിക്കണം, സന്തോഷിക്കണം, ജവനെ കൈ കിട്ടിയാൽ ഖരാവോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞ് പരത്തി. ഒരാവശ്യമില്ലാതെ കുറേ പാർട്ടിക്കാരെന്നെ ഖരാവോ ചെയ്യാനും എൻ്റെ വീടിൻ്റെ മുന്നിൽ തമ്പടിക്കാനും തുടങ്ങിയടാ. പച്ചക്കറി വാങ്ങാൻ പോയ എന്നെ അവന്മാർ ഓടിച്ചിട്ടഴിച്ചു. അന്ന് കാശും വാങ്ങി മുങ്ങിയ നാറിനെ ഞാൻ ഇന്നാണ് കാണുന്നത്. ഇനി പറ, ഞാൻ അവനെ തല്ലണ്ടേ? തല്ലാൻ മാത്രം കൊല്ലണം അവനൊക്കെ. ചുമ്മാ നീ പേടിക്കണ എന്നാത്തിനാ? ഒരു മനുഷ്യജീവനല്ലേ? പിന്നെ ആ